Dear students, welcome to the new class of Financial Management. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഫസ്റ്റ് ചാപ്റ്റർ ഓവർ ചെയ്തു കഴിഞ്ഞു. ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ചാപ്റ്റർ ഫിനിഷ് ചെയ്തു. ഇന്ന് നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഓർ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അതാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഓർ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിനാൻസിങ് ഡിസിഷൻസിലുള്ള ഒരു ഡിസിഷനായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഇത് ഓരോ ഡിസിഷൻസും ഓരോ ചാപ്റ്ററായിട്ട് നമ്മൾ പഠിക്കുന്നു. അതിൽ ഫസ്റ്റ് ഡിസിഷനാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നുള്ളത്. അത് നമ്മളിവിടെ തുടങ്ങുകയാണ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് സിംപ്ലി മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. It is the process of allocating the resources of the organization in the long-term investment projects to generate profit. It is the process of selecting those investment proposals which are worthwhile to invest the available funds. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ്. നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണെന്ത്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇറ്റ്സ് എ ലോങ് ടേം ഡിസിഷനാണ്. എന്താ പറയുക, ഒരു വലിയ പീരീഡിലേക്കുള്ള ഒരു ബിഗ് പീരീഡിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണെന്ത്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അക്കോർഡിംഗ് ടു എം ലിഞ്ച്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് കൺസിസ്റ്റ് ഇൻ planning the employment of available capital for the purpose of maximizing the long term profitability of the firm. അപ്പോൾ നമ്മളെ കയ്യിലുള്ള അവൈലബിൾ ഫണ്ടിന് എന്ത് ചെയ്യാണ്, നമ്മൾ എന്തിന് യൂസ് ചെയ്യാണ്? ലോങ് ടേം പ്രോഫിറ്റബിലിറ്റി ഏൺ ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്. അതാണ് എന്ത്? ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. Then capital budgeting is the process of identifying and analyzing and selecting investment project whose returns are expected over a series of years in future. In short, capital budgeting is the process of making investment decision. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ നടത്തുന്ന അല്ലെങ്കിൽ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ നടത്തുന്ന ഒരു പ്രോസസ്സാണ്. ഫീച്ചേഴ്സ്: ഫണ്ട്സ് ആർ ഇൻവെസ്റ്റഡ് ഇൻ ലോങ് ടേം ആക്ടിവിറ്റി. അപ്പോൾ ഫീച്ചേഴ്സിൽ ഫസ്റ്റ് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫണ്ട്സ് ആർ ലോങ് ടേം ആക്ടിവിറ്റിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് എന്ത്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ദെൻ ഇറ്റ് ഇൻവോൾവ്സ് ലാർജ് ഔട്ട്ലേ. അപ്പോൾ ചെറിയ എമൗണ്ട് അല്ല, എന്താണ്? എമൗണ്ട് എങ്ങനെയായിരിക്കും? വലുതായിരിക്കും. ലാർജ് ഔട്ട്ലേ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഔട്ട്ലേ. ദെൻ കറൻറ്റ് ഫണ്ട്സ് ആർ എക്സ്ചേഞ്ച്ഡ് ഫോർ ഫ്യൂച്ചർ ബെനിഫിറ്റ്. അപ്പോൾ നമ്മളിപ്പോഴത്തെ നമ്മളെ ഫണ്ട് നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഫ്യൂച്ചറിലാണ് നമുക്കിതിൻ്റെ ബെനിഫിറ്റ് കിട്ടുക. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നാളെ തന്നെ ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയെന്ന് വരില്ല. എങ്ങനെ കിട്ടുക? ഫ്യൂച്ചറിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ നമുക്കിതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. ദ ബെനിഫിറ്റ് ആർ എക്സ്പെക്റ്റഡ് ഓവർ എ നമ്പർ ഓഫ് ഇയേഴ്സ്. അതായത് ഒരു വർഷം കൊണ്ടല്ല, ഒരുപാട് വർഷം കൊണ്ടാണ് എന്ത് ചെയ്യുക ഇതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുക. ഇറ്റ് ഇൻവോൾവ്സ് ഹൈ ഡിഗ്രി ഓഫ് റിസ്ക്. ഏറ്റവും റിസ്ക് കൂടിയൊരു ഒരു ഏരിയ ആണ് എന്ത്? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളൊരു വലിയ എമൗണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ വലിയ എമൗണ്ട് തന്നെ നമുക്കെന്താണ്? വലിയൊരു റിസ്ക്കാണ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ഈസ് ഇറിവേഴ്സിബിൾ, ഹെൻസ് ഇറ്റ് റിക്വയർസ് കെയർഫുൾ പ്ലാനിങ്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് പൊളിച്ച് മാറ്റുക എന്നുള്ളത് എന്തല്ല? പോസിബിൾ അല്ല. അപ്പോൾ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഇറിവേഴ്സിബിളാണ്. റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. നമുക്കതിൻ്റെ അതിലൂടെ മുന്നോട്ട് പോകണം. സോ അങ്ങനെ നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ നല്ല വെൽ പ്ലാൻഡ് ആയിരിക്കണം. നമ്മൾ ചെയ്യുമ്പോൾ പ്ലാനിങ് കറക്റ്റായിട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മളെന്തായി പോകും? ഫ്ലോപ്പായി പോകും. ഗസ്റ്റേഷൻ പീരീഡ് ഈസ് ലോങ്. ഇറ്റ് ഈസ് പീരീഡ് ബിറ്റ്വീൻ ദ ഇനീഷ്യൽ ഔട്ട്ലേ ആൻഡ് ആൻസിപ്പേറ്റഡ് റിട്ടേൺ. അപ്പോൾ പീരീഡ് എന്താണ്? ലോങ് ആണ്. ഗസ്റ്റേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന പീരീഡ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മുതൽ നമുക്ക് റിട്ടേൺ കിട്ടുന്നത് വരെയുള്ള ആ ഒരു ടൈം പീരീഡ് എന്താണ്? ലോങ് ആണെന്നാണ് പറയുന്നത്. ഇതാണ് ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൽ. ഇനി റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് CB. ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഞാൻ പറഞ്ഞു എന്താണ്? ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൽ എന്ത് വേണം? ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? റിക്വയർസ് എന്താ പറയുക, ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് റിക്വയർസ് കെയർഫുൾ പ്ലാനിങ് ആൻഡ് അപ്രൈസൽ. വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, വലിയൊരു ഫണ്ട് ആയതുകൊണ്ട് തന്നെ നല്ലൊരു പ്ലാനിങ്ങും നമുക്ക് എന്ത് ചെയ്യണം? വേണം. ദെൻ ലോങ് ടേം ഇംപ്ലിക്കേഷൻ. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ഹാവ് ലോങ് ടേം എഫക്ട്സ് ഓൺ ദ ഫ്യൂച്ചർ പ്രോഫിറ്റബിലിറ്റി ആൻഡ് കോസ്റ്റ് സ്ട്രക്ചർ ഓഫ് ദ ഫേം. അപ്പോൾ ഒരു ലോങ് ടേം ആണ്, ഒരുപാട് കാലത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലാതെ ഒരു ദിവസത്തേക്കല്ല, ഒരു മാസത്തേക്കല്ല. ദെൻ ഇറിവേഴ്സിബിൾ. ഞാൻ പറഞ്ഞു എന്താണ്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നുള്ളത് എന്തല്ല? റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതല്ല. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞതാണ്. അത് തിരിച്ചെടുക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. റിസ്ക് ആണ്. പറഞ്ഞ പോലെ തന്നെ ഹൈ റിസ്ക് ആണ്. ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളൊരു ഏരിയ ആണെന്ത്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള, നമ്മളെ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി കൂടുതലുള്ള ഒരു ഏരിയ ആണെന്ത്?
CB എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഗ്രോത്ത്. ദ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എഫക്ട് ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് എ ഫേം. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ റിസൾട്ട് ഇൻ ക്യാഷ് ഔട്ട്ഫ്ലോ ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് നടന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാകും. നമ്മൾ അപ്പോൾ തന്നെ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. ഇമ്പാക്റ്റ് ഓൺ ഫേംസ് കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത്. ദ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എഫക്ട് ദ കപ്പാസിറ്റി ആൻഡ് സ്ട്രെങ്ത് ഓഫ് എ ഫേം ടു ഫേസ് കോമ്പറ്റീഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ നമ്മളെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരെ ഫേസ് ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം. മോസ്റ്റ് ഡിഫിക്കൽട്ട് ഡിസിഷൻ. CB decisions are very difficult to make. This is due to uncertainty of future. Decisions are based on future years cash flow and more risk. അപ്പോൾ എന്താണ്? ഡിഫിക്കൽട്ട് ഡിസിഷനാണ്. ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഡിസിഷനാണെന്ത്? CB എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഡിസിഷൻ എടുക്കുമ്പോൾ അത്രയും ചിന്തിച്ച് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നോക്കിയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ. ഫ്യൂച്ചർ അൺസർട്ടനാണ്. സോ ഡിസിഷൻ എടുക്കുമ്പോൾ അത്രയും എന്ത് ചെയ്യണം? കെയർഫുള്ളായിട്ട് ചിന്തിക്കണം. കോസ്റ്റ് കൺട്രോൾ. In capital budgeting, there is a regular comparison of budgeted and actual expenditure. Thus, cost control is facilitated through capital budgeting. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ചെയ്യുമ്പോൾ അവിടെ കമ്പാരിസൺ നടക്കും. അതായത് നമ്മൾ ഏതാണ് നല്ലതെന്നുള്ള കമ്പാരിസൺ നടത്തും. സോ അവിടെ എന്ത് പോസിബിൾ ആവും? കോസ്റ്റ് കൺട്രോൾ എന്നുള്ളത് പോസിബിൾ ആവും. അപ്പോൾ ഇത്രയാണെന്ത് ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ, ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ചാപ്റ്ററിൽ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. ഇനി ഒരു മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പ്രോബ്ലം ഒക്കെ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ ഇതെല്ലാം നോട്ട് കംപ്ലീറ്റ് ചെയ്യണം. താങ്ക് യു.